കൂട്ടുകാരെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചിഹ്നമാണ്. ആ എന്ന ചിഹ്നമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും തയ്യാറല്ലേ? ശരി, നമുക്കെങ്കിൽ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കാം. ഇതെന്തിൻ്റെ ചിത്രമാണ്? പാറ അല്ലേ? എന്തിൻ്റെ ചിത്രമാണിത്? പാറയുടെ ചിത്രം. പാറ അല്ലേ? പാറ. ഇങ്ങനെയാണോ പാറ എന്നെഴുതുന്നത്? അക്ഷരങ്ങൾക്കിടയിൽ ആ എന്ന അക്ഷരം വരാറില്ല. അതിൻ്റെ പകരം നമ്മൾ ചിഹ്നമാണ് ചേർക്കുക. നോക്കൂ, ഇത് പാറ എന്നായോ? ഇല്ല അല്ലേ? എന്താണ് ഇത് വായിക്കുക? പറ എന്നാണ് വായിക്കുക. നമുക്ക് എന്താണ് വായിക്കേണ്ടത്? പാറ. നമുക്ക് ഈ ചിത്രം പാറയുടെ ചിത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? പാറ എന്ന് വേണം. ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നാണ് പാറയാവുക? പാ റ അല്ലേ? പാ റ. ഈ രണ്ട് അക്ഷരങ്ങൾ ചേർന്നാലാണ് എന്തായിട്ട് മാറുന്നത്? പാറയായിട്ട് മാറുന്നത്. പാ റ, പാറ. ഇങ്ങനെ എഴുതുക. പാ റ, പാറ. ഏതൊക്കെയാണ് ഈ രണ്ട് വാക്കുകൾ? എങ്ങനെ നമ്മൾ ഈ വാക്കുകൾ വായിക്കുന്നത്? ആദ്യത്തെ വാക്ക് പറ. രണ്ടാമത്തെ വാക്കോ? പാറ. ആദ്യത്തെ വാക്ക് പറ, രണ്ടാമത്തെ വാക്ക് പാറ. പറ, പാറ. ഇതേത് ജീവിയാണെന്നറിയാമോ? ഏത് പക്ഷിയാണിത്? കാട. ഏത് പക്ഷിയാണിത്? കാട. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന പക്ഷിയുടെ പേര് കാട എന്നത് ശരിയാണോ? അല്ല, ഇത് കടയാണ് അല്ലേ? ഇത് കടയാണ്. കാ ആ ഡ, കാട അല്ലേ? കാ ആ ഡ. ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് കാടയാവുന്നത്. പക്ഷേ രണ്ട് അക്ഷരങ്ങൾക്കിടയിൽ നമ്മൾ ആ എന്ന അക്ഷരം എഴുതാറില്ല. അതിന് പകരം എന്തെന്നാണ് പറഞ്ഞത്? ആ എന്ന ചിഹ്നം ചേർക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാട എന്ന് എഴുതുക. കാ ഡ, കാട. എങ്ങനെ എഴുതുന്നത്? കാ ഡ, കാട. കാ ഡ, കാട. ഈ രണ്ട് വാക്കുകൾ നോക്കൂ. എന്താണ് ഒന്നാമത്തെ വാക്ക് വായിക്കുന്നത്? കട. ഒന്നാമത്തെ വാക്ക് എന്താണ് വായിക്കുന്നത്? കട. രണ്ടാമത്തെ വാക്കോ? കാട. രണ്ടാമത്തെ വാക്ക് എന്താണ്? കാട. ഈ രണ്ട് വാക്ക് എങ്ങനെ വായിക്കാം? കട, കാട. കട, കാട. എങ്ങനെ വായിക്കുന്നത്? കട, കാട. ഇത് എന്തിൻ്റെ ചിത്രമാണ്? കാട് അല്ലേ? എന്തിൻ്റെ ചിത്രമാണ്? കാട്. ക ആ ഡ്, കാട്. ഇങ്ങനെയല്ലേ നമ്മൾ കാട് എന്ന് എഴുതുക? ക ആ ഡ് അല്ല, പിന്നെയോ? കാ ഡ്, കാട്. എങ്ങനെ എഴുതുന്നത്? കാ ഡ്, കാട്. എന്താ വായിക്കുക? കാട്. വായിക്കുന്നത് എന്താണ്? കാട്. ഇതെന്താണ്? ഈ മൂന്ന് വാക്കുകളൊന്ന് വായിച്ചു നോക്കാം. കട, കാട, കാട്. കട, കാട, കാട്. എന്താ വായിക്കുന്നത്? കട, കാട, കാട്. ഇത് എന്തു ജീവിയാണ്? മാൻ. എന്താണ്? മാൻ. മ ആ മാൻ. മ ആ മാൻ. പക്ഷെ എങ്ങനെയാണോ നമ്മൾ മാൻ എന്നെഴുതുക? അല്ല. എങ്ങനെയാണ്? ആ എന്നതിന് പകരം ചിഹ്നം ചേർക്കും. ആ എന്ന അക്ഷരത്തിന് പകരം ചിഹ്നം ചേർക്കും. മാൻ. ഇങ്ങനെയാണ് എഴുതുക അല്ലേ? മാ മാൻ. എങ്ങനെ എഴുതുന്നത്? മാ മാൻ. മാ മാൻ. ഇതെന്താ വായിക്കുക? മാൻ. വായിക്കുന്നത് എന്താണ്? മാൻ. ഇത് എന്തു മരമാണ്? മാവ്. എന്തു മരമാണിത്? മാവ്. ഇങ്ങനെയാണോ നമ്മൾ മാവ് എന്ന് എഴുതുക? ഇതെന്തായിട്ടുള്ളൂ? മവ് അല്ലേ? നമുക്ക് എന്ത് വേണം? മാവ്. മാ എന്ന അക്ഷരത്തിന് ശേഷം ഒരു ദീർഘചിഹ്നം വേണം അല്ലേ? ആ എന്നതിൻ്റെ ഒരു ദീർഘചിഹ്നം വേണം. അതെങ്ങനെയാണ് എഴുതുക? മാവ്. മാവ്. എങ്ങനെ എഴുതുന്നത്?
മാവ് 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 മാവ്. എന്താ അത് വായിക്കുക? മാവ്. വായിക്കുന്നത് എന്താണ്? മാവ്. നമ്മൾ ഇപ്പോൾ പഠിച്ച വാക്കുകളാണിത്. ഇതൊന്ന് വായിക്കാം. പാറ, കാട, കാട്, മാൻ, മാവ്. എങ്ങനെ വായിക്കുന്നത്? പാറ പാറ, കാട കാട, കാട് കാട്, മാൻ മാൻ, മാവ് മാവ്. ഒന്നുകൂടെ വായിക്കാം. പാറ, കാട, കാട്, മാൻ, മാവ്. ഇനി നമുക്ക് ഈ വാക്കുകളൊന്ന് വായിച്ചു നോക്കിയാലോ. എന്താണ് വായിക്കുന്നത്? വട വാട, പറ പാറ, കര കാര, വര വാര, പട പാട. വട വാട, പറ പാറ, കര കാര, വര വാര, പട പാട. ഈ വാക്കുകളിൽ ആ എന്ന ചിഹ്നം വിട്ടുപോയിട്ടുണ്ട്, ദീർഘചിഹ്നം വിട്ടുപോയിട്ടുണ്ട്. അത് ചേർത്ത് എഴുതണം. ദീർഘചിഹ്നം ചേർത്ത് ഈ 5 വാക്കുകളും മാറ്റി എഴുതണേ.